സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ ഇത്രയും വർഷം ആ ശുശ്രൂഷയിലായിരിക്കുവാനും ഇപ്പോൾ അതിനെ നയിക്കുവാനും ദൈവാനുഗ്രഹം കൊണ്ട് സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിലൂടെ തിരുസഭയിൽ നാനാഭാഗത്തും ഒത്തിരി ശുശ്രൂഷകൾ, വചന പ്രഘോഷണ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പോലും ആലുവ ചൂണ്ടി സ്നേഹാലയത്തിൽ വചനപ്രഘോഷണവും കഴിഞ്ഞ് വന്നതാണ്. കഴിഞ്ഞ ദിവസം IMSൽ തപസ് ധ്യാനത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. ഇങ്ങനെ അവിശ്രാന്തം ഉണർന്നിരുന്ന് കർത്താവ് ഉപയോഗിക്കുന്ന മേഖലകളിലെല്ലാം പോയി വചന ശുശ്രൂഷയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് കാഴ്ചവെക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി ഒപ്പം അതിൻ്റെ ടീമിനെയും മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി എല്ലാം ദൈവം അവിരാമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനം 116, 12, 13 കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പോഴും ജീവനോടെ ഇരിക്കാനും പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോയെങ്കിൽ തീയിൽ കുരുത്തതുപോലെ ഈ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി പേര് പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിലൂടെ ഈ അമ്മയോടൊപ്പം ഈശോയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അനേകം മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ വചനത്തെ പങ്കുവെക്കാൻ കൃപയിൽ നന്ദി പറയുന്നതോടൊപ്പം പ്രത്യേകമായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 10-ാം തീയതി ഓഗസ്റ്റ് 10-ാം തീയതി ശനിയാഴ്ച നമ്മുടെ കൂട്ടായ്മയുടെ 35-ാം വാർഷികമാണ്. എന്താണ്? സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ 35-ാം വാർഷികമാണ്. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ 35 സംവത്സരങ്ങൾ എത്ര മതി പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നമുക്കും നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മയിലും വാരിക്കോരി ജീവനോടെ ഇരിക്കുവാനും എത്രയോ നടക്കുകയില്ല സാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ഒറ്റക്കെട്ടായി നേടിയെടുക്കാനും ദൈവം കൃപ തന്നു. അതുകൊണ്ട് മാറി നിൽക്കരുത്. 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു. ഒരു വിജാതീയനാണ് ഈശോയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞത്. അങ്ങനെ ആയിപ്പോരുത്. ബാക്കി 9 പേര് എവിടെയെന്നാണ് ഈശോ ചോദിച്ചത്. ഒരാൾ വന്നല്ലോ എന്നല്ല, 9 പേരെവിടെ? അതുകൊണ്ട് അകന്ന് നിൽക്കാതെ പലവിധ തിരക്കുകളുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത സമയത്തിൽ ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. വാലാരോട്ടം YMCAയിൽ 10-ാം തീയതി ഓഗസ്റ്റ് 10 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ തിരക്താഭിഷേക വചന ശക്തീകരണ ധ്യാനം. ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ഇരട്ടി മധുരം. അതായത് പൊന്നുരുന്തി കപ്പുച്ചിൻ ആശ്രമത്തിലെ തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ, നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ആത്മീയ ശക്തിയായ, എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ബിനോലീനച്ച്, പ്രശാന്തച്ഛനും ബിനോലീനച്ഛനും ഒക്കെ വളരെയധികം സഹായങ്ങൾ, സപ്പോർട്ട് ഈ പ്രേക്ഷിത വേലയിൽ തരുന്നുണ്ട്. IMSന്റെ പ്രശാന്തച്ഛനും നമ്മുടെ ആത്മീയ ഗുരു ആണ്. അതുപോലെ ബിനോലീനച്ഛൻ വിശേഷ അവസരങ്ങളിൽ ഒത്തിരി ഉപകാരമായിട്ടുണ്ട്. നാളെ അച്ഛനാണ് വന്ന് വചനപ്രഘോഷണം തന്ന് ആശീർവാദവും നൽകുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ സുദിനത്തിലേക്ക് പാലാരിവട്ടം YMCAയുടെ ഹാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വചനപ്രഘോഷണം, ബന്ധന പ്രാർത്ഥന, രോഗശാന്തി ശുശ്രൂഷ, സ്നേഹവിരുന്ന്, സ്തുതി ആരാധന, ഗാന ശുശ്രൂഷയൊക്കെ ഉണ്ടായിരിക്കും. കൃത്യം 4 മണിക്ക് ശുശ്രൂഷ അവസാനിക്കും. വൈകിട്ട് 7:30 മുതൽ 9 വരെ ഓൺലൈൻ പ്രാർത്ഥനയും ഉണ്ട്. കൃത്യം 4 മണിക്ക് അവസാനിക്കും. 1 മണി മുതൽ 4 മണി വരെ ആണ് ശുശ്രൂഷ. വൈകിട്ട് 7:30 മുതൽ 9 വരെ ഓൺലൈൻ പ്രാർത്ഥന എല്ലാ ആഴ്ചയും ഉള്ളതുപോലെ വർഷങ്ങളായി ഗൂഗിൾ മീറ്റ് പ്രെയറും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവരോട് പറയുക, എല്ലാവരും കടന്നു വരിക. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.